സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഫിദ റുക്കിയ. പ്രധാന വാർത്തകൾ. വർണ്ണാഭമായ സ്കൂൾ പ്രവേശനോത്സവം. നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. കൈത്താങ്ങായി കെയർ ആൻഡ് കംഫോർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒപ്പം നന്ദനേട്ടനും. വൈവിധ്യമായ പ്രവർത്തനങ്ങളോടെ പരിസ്ഥിതി ദിനാചരണം. വാർത്തകൾ വിശദമായി. പ്രൗഢഗംഭീരമായ ആഘോഷങ്ങളോടെ ജൂൺ 2 പ്രവേശനോത്സവം സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നടന്നു. തിരിതെളിയിച്ചുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചു. HM ഇൻചാർജ് ബിജി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ഷാർജ ടീച്ചർ, വെൽഫെയർ ആൻസർ ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ സുനിൽ വൈലത്തൂർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ വിദ്യാലയത്തിൽ എത്തിയത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുരം വിതരണം ചെയ്തു. സംസ്ഥാനത്ത് വിപുലമായ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി റോഡ് സുരക്ഷ, വ്യക്തിശുചിത്വം, ഡിജിറ്റൽ സാക്ഷരത, ലഹരി ഉപയോഗം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി വരുന്നു. നല്ല വിദ്യാർത്ഥികൾ എന്നതിലുപരി നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് കെയർ ആൻഡ് കംഫോർട്ട് ചാരിറ്റി ഓർഗനൈസേഷൻ. ചെയർമാൻ ശ്രീ ബാബു ജോസ്, മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ജോസ് PD, ശ്രീ ലിയോ ടോണി, ശ്രീ നോയൽ ആഡ്രൂസ്, ശ്രീ ബാബു VK എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇവർക്കൊപ്പം കുട്ടികൾക്ക് പഠനസഹായം നൽകി അയൽവാസി നന്ദനേട്ടനും. പരിസ്ഥിതി ദിനം ജൂൺ 5 വിപുലമായ പ്രവർത്തനങ്ങളോടെ സ്കൂളിൽ ആഘോഷിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ലീഫ് ആർട്ട്, പോസ്റ്റർ നിർമ്മാണം എന്നീ മത്സരങ്ങൾ നടന്നു. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ഫലവൃക്ഷത്തൈ നടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NMK നബി, വാർഡ് മെമ്പർ ശ്രീമതി പ്രീതി ബാബു, കൃഷി ഓഫീസർ ശ്രീരാഗ് സാർ എന്നിവർ നിർവഹിച്ചു. കുട്ടികൾക്ക് കൃഷിയിലുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വീട്ടുമുറ്റത്ത് എങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാം എന്ന വിഷയത്തിൽ കൃഷി ഓഫീസർ ശ്രീരാഗ് K ക്ലാസ് നൽകി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.